നമ്മളെ വീടിൻ്റെ മുന്നിലുള്ള വയലാട്ടോ ഇത്. ഫുട്പാത്തും ചുറ്റും വയലാണേ. വയലിൽ നമ്മൾ ഇന്ന് രാവിലെ കുപ്പിമേൽ ചൂണ്ടയിട്ടിട്ട് വെച്ചിന്. കുപ്പിമേൽ ചൂണ്ടയിട്ടിട്ട് നമ്മൾ ഈ കുളവായൻ്റെ നടുവിലെല്ലാം ഇങ്ങനെ കൊണ്ടിടും കേട്ടോ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് ചെന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുന്നേ അല്ലെങ്കിൽ തലേ ദിവസമൊക്കെ ഇങ്ങനെ കുഞ്ഞി കുഞ്ഞി പരള് മീനില്ലേ, അതിനൊക്കെ പിടിച്ച് ബക്കറ്റിലാക്കി വെക്കും കേട്ടോ. അത് കോത്തിട്ടാണ് നമ്മളിടുന്നത്. അത് നമ്മൾ തലേന്നാട്ടോ നമ്മൾ പിടിച്ച് വെച്ചേ. ജയശേട്ടൻ പണിയും കഴിഞ്ഞ് വന്നിട്ട് പിടിച്ചേക്കുന്ന സമയത്ത് ഞാൻ എടുത്ത് വെച്ച വീഡിയോ ആണ് ഇത്. ഇങ്ങനെ പിടിച്ച് വെച്ച് അത് നമ്മൾ പിറ്റേന്ന് കോത്തിട്ടിടുക ചെയ്യുന്നത്. ഞങ്ങൾ രാവിലെ കുപ്പിമേൽ കുഞ്ഞി മീനെ കോത്തിട്ട് തോട്ടിലിട്ട് വെച്ചിക്കേ. അപ്പം അത് ഇപ്പോൾ എടുക്കാൻ പോട്ടെ രണ്ടാളും കൂടി. അപ്പം നമുക്ക് നോക്കാം എന്തുണ്ടോ. നമ്മൾ തോട്ടിൻ്റെ ഓരോ കള്ളിയിലും 2-3 കുപ്പിയിലാക്കിയിട്ട് ഇട്ട് വെച്ചിനെ. അപ്പം ആദ്യം എടുത്ത കുപ്പിയിലൊന്നുമില്ല കേട്ടോ. അതിൻ്റെ മീനിനൊക്കെ തിന്ന് പോയിക്കുന്നല്ലാണ്ട്. പക്ഷെ അവസാനം എടുത്തേമലാണ് ഈ കൊമ്പൻ വന്നേ. കൊമ്പൻ വലുത് 2-3 കുപ്പിമേൽ ഇട്ട് വെച്ച് കിട്ടോ. അങ്ങനെ ഒരു കുപ്പിമേൽ കുടുങ്ങിയതാട്ടോ. വലിയ യമണ്ടൻ സാധനം. എന്താ വലുപ്പോ. നമുക്ക് ഇതളെ പൊരിച്ചിട്ട് ചോറുന്ന പൊളിക്കും. കണ്ട ഏതാ വലുപ്പം കേട്ടോ സംഭവം. ഇതിനെയാള് പൊരിച്ച് കറി വെക്കാനെല്ലാം പോകാട്ടോ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് പൊരിച്ചിട്ട് കാണിച്ചു തരാം. ഇതാ അക്കയാ മുറിക്കാൻ പോകുന്ന അക്കയാട്ടോ മീൻ മുറിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ തോലൊക്കെ പൊളിച്ചെടുക്കാൻ ഭയങ്കര പാടല്ലേ. അപ്പം എനിക്ക് തീരെ പറ്റില്ല. അങ്ങനെ അക്കേനെ വിളിച്ച് അക്ക വന്നാണേ. മുറിച്ചിട്ട് നമ്മൾ രണ്ടാളും കൂടി എടുക്കും. അപ്പം നമ്മളെ നാട്ടിൽ ഇതിന് കഴിച്ചിലൊന്നും വരാലെന്നൊക്കെ കേട്ടോ പറയുക. ഓരോ നാട്ടിൽ ഓരോന്നാണേ പറയുക. അതിൻ്റെ തല മുളകിടാനും കഷ്ണം മുറിച്ചെടുത്ത് പൊരിക്കാനാട്ടോ നമ്മൾ പ്ലാൻ ചെയ്ത്. നൈസായിട്ട് മുറിച്ചോ, ഒന്നാലെ വേഗം പൊരിയും. അക്ക മീനിൻ്റെ തോലെല്ലാം പൊളിച്ച് സെറ്റാക്കി തന്ന് ജയശേട്ടനാണ് കേട്ടോ. പിന്നെ കഷ്ണാക്കി മുറിച്ചെടുക്കുന്നത്. അക്ക അപ്പോഴത്തേക്ക് അതിൻ്റെ തലയൊക്കെ വൃത്തിയാക്കി സെറ്റാക്കി എടുക്കുന്നുണ്ട്. വലിയ മീനാന്നേ കണ്ട, കുറേ കഷ്ണം കിട്ടുന്നുണ്ട് മുറിക്കാൻ. മുറിച്ചെടുക്കുക. എന്നിട്ട് വേണം നമുക്കിത് നല്ലോണം മസാലയൊക്കെ പെരക്കി പൊരിച്ചെടുത്തിട്ട് ചോറ് തിന്നാനൊക്കെ. ജയശേട്ടൻ ഇത് കഷ്ണാക്കി എടുക്കുമ്പോഴേക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം കുത്തി മസാലയൊക്കെ ഒരുത്തേ സെറ്റാക്കി വെച്ച് കിട്ടോ. ഇനിയിപ്പോൾ ഇത് മുറിച്ചെടുത്ത് കഴുകിയെടുത്ത് അതിൽ പെരക്കി കുറച്ച് സമയം വെച്ച് പൊരിച്ചാൽ നമ്മളെ പരിപാടി കഴിഞ്ഞ്. നമ്മളെ വീട്ടിൻ്റെ മുന്നിൽ വലിയ വയലാട്ടോ. കഷ്ണത്തോടൊക്കെ ഉള്ള വലിയ വയൽ. അവിടെ ഇങ്ങനെ നിറയെ മീനുണ്ടാകേ. മഴക്കാലത്തൊക്കെ നമുക്കിങ്ങനെ കാണാം മക്കളെയും കൊണ്ടൊക്കെ വന്ന് നിൽക്കുന്നത്. പിന്നെ ആ സമയത്ത് നമ്മൾ പിടിക്കൂലല്ലോ. പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും ഇതിനെ പിടിക്കാനൊക്കെ ഇറങ്ങുക. പിന്നെ പിടിക്കുക വെള്ളം വറ്റി വരുന്ന സമയത്താണ്. മീൻ കഷ്ണാക്കുക മാത്രം കേട്ടോ ജയശേട്ടൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി പെരക്കി കയറുന്നെല്ലാം അക്കിയാട്ടോ. പിന്നെ ഇത് തോട് മീനായതിനെ കൊണ്ട് തന്നെ നമ്മളിത് നല്ലോണം ഉപ്പൊക്കെ ഇട്ട് പെരക്കി നല്ലോണം കഴുകിയെടുക്കും കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയും മസാലയൊക്കെ ഇട്ടിട്ട് നല്ലോണം പെരക്കി. നമ്മൾ മീനൊക്കെ പിടിച്ച് വരുന്ന സമയത്തില്ലേ, ഇതെല്ലാം കാണുമ്പോൾ ഓരോരുത്തർ ചോദിക്കുന്നതാണ് നിങ്ങൾക്ക് ഇത് വിറ്റൂടെ, പൈസ കിട്ടൂല, എന്തിനാ വെറുതെ കളയുന്നേ, അങ്ങനെ എങ്ങനെയാന്നൊക്കെ ചോദിക്കട്ടോ. അന്നേരം നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ പൈസക്ക് രണ്ടാളും പണിക്കുന്നുണ്ട്. പിന്നെ ഇത് പിടിക്കുക, തിന്നുക, അതേപോലെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുക. ഇതൊക്കെ ഒരു സുഖമല്ലേ. ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് മാസമായിട്ടോ ആയിക്കുള്ളൂ. അതിൻ്റെ മുന്നേ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ജയശേട്ടനൊക്കെ ഇങ്ങനെ പുഴയിലും കടലിലും തോട്ടിലൊക്കെ ഇറങ്ങുക മീൻ പിടിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അന്നും നമ്മൾ വിൽക്കലൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ നമ്മളെ ഫ്രണ്ട്സിനോ അല്ലെ അറിയുന്ന ആൾക്കാർക്കോ ഒരിക്കൊക്കെ കൊടുക്കൂ. പിന്നെ നമ്മൾ കൂട്ടൂ. ഇങ്ങനെയൊക്കെ കേട്ടോ ചെയ്യുന്നത്. പുഴയിൽ നിന്ന് ഞണ്ടിനൊക്കെ കിട്ടിയാൽ ഇങ്ങനെ പറയും ആൾക്കാർ, ഇതൊക്കെ വിറ്റൂടെ, ഇതിന് നല്ല പൈസ കിട്ടൂലെന്നല്ലോ. അന്നേരം ജയശേട്ടൻ പറയുന്നൊരു സംഭവമുണ്ട്. 2000-3000 ഒക്കെ കൊടുത്തിട്ട് നമ്മളൊരിക്കലും ഒരു ഞണ്ടിനെ വാങ്ങി തിന്നൂല. പിന്നെ നമ്മളെന്തിനാ വിൽക്കുന്നേ, അതങ്ങ് തിന്നാന്നല്ലാണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ഇപ്രാവശ്യം വലിയൊരു ഞണ്ടിനെ കിട്ടിയാൽ അതിനെക്കൊണ്ട് ഞണ്ട് മജ്ബൂസ് വെക്കുകയും തിന്നുകയൊക്കെ ചെയ്ത്. അതിലും കാര്യമുണ്ടല്ലേ.
നമ്മൾ വലിയ ഞണ്ടെല്ലാം 2000 റുപ്യ 1000 റുപ്യെല്ലാം കൊടുത്ത് ഒറ്റ ഞണ്ടൊക്കെ വാങ്ങി തിന്നോ? നമ്മളെന്തായാലും തിന്നൂല. തിന്നുന്ന ആൾക്കാരുണ്ടാകുമായിരിക്കും, പക്ഷെ നമുക്ക് എന്തായാലും അതിനെ കൊണ്ടൊന്നും പറ്റൂല. അപ്പം പിന്നെ ഇങ്ങനെ കിട്ടുന്ന സ്പെഷ്യലായ സാധനങ്ങളൊക്കെ ഇല്ലേ, നമ്മളങ്ങ് തിന്ന് അതിൻ്റെ ടേസ്റ്റൊക്കെ നമ്മളെല്ലാം ഒന്നും അറിയണ്ടല്ലേ. മീൻ പിടിച്ച് മുറിച്ച് പെരക്കി പൊരിച്ച് ചോറൊക്കെ തിന്നാനാകുമ്പോൾക്ക് എനിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ട സമയമായിട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ചോറ് തിന്നാനൊന്നും നേരമില്ലായിരുന്നു. ഞാൻ നിന്ന നിപ്പിൽ തന്നെ അതിന്മേൽ കുറച്ച് മീൻ മാത്രമൊക്കെ എടുത്ത് തിന്നിട്ട് അങ്ങ് പോകാൻ നോക്കുക കേട്ടോ. ഇത് ചൂടോടെ എന്നാൽ നല്ല ടേസ്റ്റാണേ. ഞാൻ ചൂടോടെ എപ്പോഴും എടുത്ത് തിന്നുക. അതെന്ത് മീനാണെങ്കിലും ഞാൻ ചൂടോടെ ആട്ടോ തിന്നുക. തണിഞ്ഞതിനേക്കാൾ എനിക്കിഷ്ടം ചൂടോടെ തിന്നുന്നതാണ്. ഞാൻ ബാഗിലിട്ട് മാറ്റി പോകേണ്ട പരിപാടിയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ മീനൊക്കെ എടുത്ത് തിന്നുന്നത്. ചോറൊക്കെ വന്നിട്ട് തിന്നാം. പൊളുന്നു അടിപൊളി കേട്ടോ, രക്ഷയില്ല. നമ്മളെ നാട്ടിലെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.